ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അങ്ങനെ ഓൾ കേരള ട്രിപ്പിൻ്റെ 27ാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് 27 ദിവസമായിട്ടുണ്ട്. ഇന്ന് ഏപ്രിൽ 1. അപ്പോൾ ഈ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. മിനിഞ്ഞാന്നെടുത്ത വീഡിയോ എവിടെ പോയ നമ്മുടെ ഇലവിഴ പൂഞ്ചിറ അവിടെയൊക്കെ പോയ വീഡിയോ നമ്മൾ ഇന്നായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നലെ ഗവിക്ക് പോയി പത്തനംതിട്ടയിൽ, അതിലെ വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ എൻ്റെ ഓൾ കേരള ട്രിപ്പ് ഇന്നത്തോടുകൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. 27ാമത്തെ ദിവസം എൻ്റെ ഓൾ കേരള ട്രിപ്പ് നമ്മൾ അവസാനിപ്പിക്കുന്നു. കാരണം ഇനി അധികം സമയമില്ല. ഏകദേശം ടൈം ആയി. ഏപ്രിൽ 1 മറ്റന്നാൾ 4-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് മുന്നേ വീട്ടിൽ കയറണമെന്നുണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് വീട്ടിൽ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ യാത്രയിലുള്ള എക്സ്പെൻസ്, യാത്രയിലുള്ള അനുഭവങ്ങൾ, പിന്നെ വീട്ടിലെത്തി അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണം. ഞാൻ ഇന്ന് വരുമെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും കൂടെ ചെയ്യണം. പോകുന്ന വഴിക്ക് ഇന്ന് രാവിലെ വീഡിയോ എഡിറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലാണ്, എൻ്റെ വലിയമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ലഗേജ് ബാഗെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മൾ ഓൾ കേരള ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ 27ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് സ്ഥലങ്ങളൊന്നും കാണുന്നില്ല. രാവിലെ നല്ലൊരു ഓർമ്മ കിട്ടി കേട്ടോ. ഞാനീ വരുന്ന വഴിക്ക് വലിയമ്മയുടെ വീട്ടിലായിരുന്നു. വണ്ടി രാവിലെ എൻ്റെ പഞ്ചർ. ഇവിടുന്ന് ബൈക്കെടുത്ത് കൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുത്തപ്പോഴും കാറ്റടിച്ച് നോക്കിയപ്പോൾ പഞ്ചറല്ല, നമ്മുടെ ട്യൂബ്ലെസ് ടയറിനകത്ത് തുരുമ്പ് കയറി 2 സൈഡിൽ കൂടെയും ഏറ് പോകുന്നുണ്ട്. ഫ്രണ്ട് വീലാണ് കേട്ടോ. നമുക്ക് ഈ യാത്രയിൽ പണി കിട്ടിയത് ടയറിൻ്റെ പണികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ വണ്ടി എടുക്കാതെ വെച്ചിരുന്ന വണ്ടിയാണ്. അങ്ങനെ ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് ഏകദേശം 1 കിലോമീറ്റർ നടന്ന് തിരിച്ചു പോയി. ആറ്റിൽ പോയി കുളിച്ച് വലിയമ്മേരെ അവിടെ പോയിട്ട് തിരിച്ച് വണ്ടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പേര് അവിടുത്തെ കടയിലൊരു ചേട്ടൻ ഇതിൽ ഒരു 40-45 വയസ്സ് വരും കേട്ടോ. ആ പുള്ളിക്കാരൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇതുപോലെ അടിച്ചു നോക്കിയിട്ട് പുള്ളി ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ തിരിച്ചു പോയപ്പോൾ പുള്ളി ചോദിച്ചു, ഇത്ര ദിവസമായല്ലേ യാത്ര തുടങ്ങിയിട്ട്, വീഡിയോ എല്ലാം കണ്ടു, അതാണെന്ന് പറഞ്ഞ് പുള്ളി സംസാരിച്ചു. എന്നിട്ട് പുള്ളി പോകാൻ സമയമാകുമ്പോൾ പുള്ളിക്കാരൻ ഒരു സെൽഫിയും കൂടെ എടുക്കണം എന്ന് പറയാതെ, അതൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പുള്ളിക്കാരൻ്റെ ഫോട്ടോ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യണം, നമ്മളെടുത്ത സെൽഫി അതുകൂടെ ആഡ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ആ പുള്ളിക്കാരൻ്റെ ടയർ കടയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പുള്ളിക്കാരനെ കണ്ടിട്ടൊന്ന് പറയണം, ഞാൻ പോകുന്നു എന്നൊന്ന് പറയണം. അതും നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. നമ്മളെ ഒരാളെങ്കിലും തേടി വരിക, അല്ലെങ്കിൽ നമ്മളെ നോക്കി നിൽക്കുക. ഇതാണ് കേട്ടോ ആ പുള്ളിക്കാരൻ്റെ ടയർ കട. ഇത്രയും ദൂരം ഞാൻ നടന്നാണ് വന്നത്. അപ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഉണ്ട് ബൈ. അപ്പം പോട്ടോ. പോണ് ഇനി നേരെ തിരുവനന്തപുരത്തേക്ക്. ഇത് ക്യാമറ ഹെൽമെറ്റോ? അത് കൂട്ടുകാരൻ്റെ ഹെൽമെറ്റ്, ഇതെൻ്റെ ഹെൽമെറ്റ്. അതിൻ്റെ ഗ്ലാസ് അഴിപ്പു. അങ്ങനെ പോട്ടെ. അപ്പോൾ ശരി, എപ്പോഴും അടുത്ത വരവിൽ കാണാം. ശരി, ഓക്കെ. അങ്ങനെ ആ ചേട്ടനോട് യാത്ര പറഞ്ഞു. ഇവിടെയുള്ളൊരു പ്രത്യേക വൈബുള്ളവരാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ് എല്ലാവരും. ഇത് ലിഫ്റ്റ് അടിച്ചാൽ മാത്രം വണ്ടി നിലത്ത് തരത്തില്ല, കാരണം ഇവിടെ ഭയങ്കര പോലീസിൻ്റെ പ്രശ്നമുണ്ട്. അല്ലാതെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ നമ്മുടെ NH കയറിയിട്ടുണ്ട് കേട്ടോ. നാഷണൽ ഹൈവേയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ കൊച്ചി കന്യാകുമാരി ഹൈവേയിലാണ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം പറയാം. നമ്മുടെ അത്യാവശ്യം ഈ ഓൾ കേരള ട്രിപ്പിന് വന്ന ബഡ്ജറ്റ് എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ ഒരു മനക്കണക്ക് പോലെ പറഞ്ഞു വിടുന്നത് കേട്ടോ. അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഇന്ന് വരെ ഇപ്പോൾ ഏകദേശം 2300, വീട്ടിലെത്തുമ്പോൾ 2400,
നമ്മളിതിൽ ഈ 27ാമത്തെ ദിവസത്തിൽ 3 1 4 4 2 6 6 1 7 ദിവസത്തേക്ക് നമുക്ക് സ്റ്റേക്ക് ബഡ്ജറ്റ് ആയിട്ടില്ല. 7 ദിവസത്തേക്ക് എനിക്ക് സ്റ്റേക്ക് ബഡ്ജറ്റ് ആയിട്ടില്ല. അത് കഴിയുമ്പോൾ ബാക്കി 20 ദിവസമാണ് നമുക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ളത്. ഈ 20 ദിവസത്തിൽ 2 ദിവസം മാത്രമാണ് എനിക്ക് 500 രൂപ, കുമളിയിലും പത്തനംതിട്ടയും മാത്രമാണ് എനിക്ക് റൂം റെൻറ്റ് 500 രൂപ വന്നത് കേട്ടോ. 500 രൂപ. ബാക്കി അതിന് മുന്നേ വന്നത് 400ആണ്. കാസർഗോഡ് വന്നത് 400 രൂപയാണ്. കണ്ണൂർ വന്നത് വെറും 270 രൂപയാണ്. പിന്നെ പാലക്കാട് വന്നത് 390. പിന്നെ കോഴിക്കോടൊക്കെ 300ആണ് കേട്ടോ. ഡോർമെറ്ററിയാണ് നമ്മളെടുത്തത്. സുൽത്താൻ ബത്തേരിയിൽ നിന്നപ്പോൾ അവിടെ 160 രൂപയാണ് നമുക്ക് സ്റ്റേ ആയിട്ടുള്ളത് KSRTCയിൽ. മൂന്നാറിൽ 3 ദിവസം 3 4 ഉണ്ടായിരുന്നു. 4 ദിവസം ഉണ്ടായിരുന്നപ്പോഴും അവിടെയും 220 രൂപയാണ് നമുക്ക് റൂമിന് വന്നത്. അപ്പോൾ മാക്സിമം ആവറേജ് കണക്കൊരു 300 രൂപ നമുക്ക് റൂമിൻ്റെ റെൻ്റായിട്ട് ഇടാം ഡെയിലി. 20 ദിവസത്തേക്കായപ്പോൾ ഒരു 6000 രൂപ പോട്ടെ, ഒരു 7000 രൂപ നമുക്കിടാം. ആവറേജ് ഒരു 7000 രൂപ നമുക്ക് റൂം റെൻ്റ് എല്ലാം കൂടെ ആയിട്ടുണ്ട് എന്ന് വയ്ക്കാം. അപ്പോൾ 7 7 14 14,500. ബാക്കി നമുക്കിതിൽ വണ്ടിയുടെ ഒരു എക്സ്പെൻസായിട്ട് വന്നത് ഇന്നും കൂടെ കൂട്ടി ഒരു 800 രൂപയുടെ പണി നമുക്ക് വന്നിട്ടുണ്ട്. അന്നൊരു 600 രൂപയ്ക്ക് നമ്മൾ പാലക്കാട് വെച്ച് ടയർ റെഡിയാക്കി. ഇന്നൊരു 200 രൂപയുടെ പണി വന്നു. പിന്നെ ഒരു 50 രൂപ ഒരു പ്രാവശ്യം ചെയിൻ മുടുക്കി അതൊന്ന് സെറ്റാക്കി. അപ്പോൾ അതിന് ഏകദേശം ഒരു 850 രൂപ അതിനായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കടുത്ത് വന്നത് ബസ്സിൻ്റെ എക്സ്പെൻസാണ് കേട്ടോ. നമ്മളിതിൽ എക്സ്പെൻസായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബസ്സിൽ പോയത് ആതിരപ്പള്ളി മലക്കപ്പാറ അവിടെ പോയി. അതിന് ഏകദേശം എൻ്റെ കണക്കൂട്ടലിലാണെങ്കിൽ ഒരു 150 130 എന്തോ ആണ് അതിനൊരു റേറ്റായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ 100 200 ഏകദേശം 300 രൂപ ഇടുക. നമ്മുടെ മലക്കപ്പാറ ട്രിപ്പിൽ ഏകദേശം 300 രൂപ നമുക്ക് ബഡ്ജറ്റ് ആയെന്ന് വെച്ചാൽ 300 രൂപ ഇട്ടിട്ടുണ്ട്. അടുത്ത് തിരിച്ച് പിന്നെ നമ്മൾ പറമ്പിക്കുളം പോയതിന് നമുക്ക് 130 രൂപ ടിക്കറ്റായി. അങ്ങനെ 260 രൂപ അത് ടിക്കറ്റായി. അത് 300 രൂപയുടെ അപ്പോൾ 600 രൂപയായി. അടുത്ത് നമ്മൾ പറമ്പിക്കുളം നമ്മൾ ഗവിയിലേക്ക് പോയി ബസ്സിൽ. ഈ ബസ്സിൽ പോയത് നമുക്ക് ഏകദേശം ഒരു 210 ആണ് ടിക്കറ്റ്. അപ്പം 400 രൂപയുടെ. അപ്പം 400 700 1000 രൂപ 3 ദിവസത്തേക്ക്. അടുത്ത് ഒരു ദിവസം നമ്മൾ വാൽപ്പാറയ്ക്ക് പോയി കേട്ടോ. വാൽപ്പാറയിലെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പൊള്ളാച്ചിയിൽ ബൈക്ക് വെച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ വാൽപ്പാറയ്ക്ക് പോയത്. അപ്പോൾ അതിനൊരു 60 രൂപേൻ്റെ ടിക്കറ്റായി. അപ്പോൾ 60 120 അങ്ങനെ ടോട്ടലി ബസ്സിൻ്റെ എക്സ്പെൻസ് ഒരു 1200 കണക്കിന് നമുക്ക് എക്സ്ട്രാ ചിലവ് വന്ന ഒരു സംഭവമാണ് നമ്മുടെ ഡബിൾ ഡക്കർ ബസ്. അതൊരു 400 രൂപ നമുക്ക് എക്സ്പെൻസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈറ്റ് സീയിങ് നമ്മൾ പോയി മൂന്നാറിൽ, അതിന് നമുക്ക് 400 രൂപ വരുന്നുണ്ട്. അങ്ങനെ അത് 800 രൂപയായി. അടുത്ത് നമ്മൾ ഇവിടെ ഒരു സഫാരി പോയല്ലോ ഏകദേശം ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, ബന്ദിപ്പൂരല്ല മുത്തങ്ങ വൈൽഡ് ലൈഫിൽ ഒരു സഫാരി പോയായിരുന്നു, ജീപ്പ് സഫാരി. അതിന് നമുക്കൊരു 300 രൂപ. അങ്ങനെ നമുക്കൊരു 1100 രൂപ അത് നമുക്ക് ആയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം അല്ലാതെ ചില്ലറ ചിലവുകൾ. പിന്നെ ഇനി ഫുഡിൻ്റെ കണക്ക് പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയേണ്ട കാര്യമായിരിക്കും ഫുഡിൻ്റെ കണക്കുകൾ. അപ്പോൾ ഫുഡിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം ഏകദേശം രാവിലെ ഒരു 2 ദോശ ഒരു ചായ, അപ്പോൾ ഏകദേശം ഒരു 40 രൂപ, മാക്സിമം 50 രൂപ. അപ്പോൾ ഈ രാവിലെ കഴിക്കുവാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കില്ല, ഉച്ചയ്ക്ക് കഴിക്കുവാണെങ്കിൽ രാവിലെ കഴിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പോളിസി ആയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വട്ടവട പോയപ്പോൾ മാത്രം ഒരു 180 രൂപ ബിരിയാണിക്കായിട്ടുണ്ട്. ഊണും മീനും 200 രൂപ, ബിരിയാണി 180 രൂപ. ഞാൻ ബിരിയാണി വാങ്ങിക്കുക, മലയാളിക്ക് എന്താടാ അല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് മാത്രമേ നമുക്ക് എക്സ്ട്രാ. പിന്നെ നമ്മുടെ കോഴിക്കോടുള്ള ബിരിയാണി കടയിൽ പോയി ബിരിയാണി കഴിച്ചു, പാലക്കാട് നിന്ന് ബിരിയാണി കഴിച്ചു. അപ്പോൾ ഇതിന് 3നും ഞാൻ എക്സ്ട്രാ കണ്ടെത്തിയിട്ടാണ് കേട്ടോ പോയത്. അതിന് വേണ്ടി പോയതാണ് അതത്രയും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബഡ്ജറ്റ് നമുക്ക് ലോസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാസ് വെള്ളം കുടി. ഇപ്പോൾ ഫുഡിനിപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു 50, ഉച്ചയ്ക്ക് കഴിക്കുന്നില്ല, ഒരു 2 വെള്ളം കുടി, അപ്പോൾ ഒരു 50 100. വൈകുന്നേരം ഒരു 50, 2 ദോശ ഒരു സിംഗിൾ ഓംലേറ്റും, അല്ലെങ്കിൽ 3 പൊറോട്ടയും ഒരു സിംഗിൾ ഓംലേറ്റ് 50 രൂപ. അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പോൾ 150 രൂപ ബഡ്ജറ്റ്. ഏകദേശം ഒരു 20 ദിവസം ആ കണക്ക്
കൂട്ടിയാൽ മതി. 20 ദിവസം കൂട്ടുമ്പോൾ ഒരു 3000 രൂപ അത് നമുക്ക് ആയിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ ഒരു 1000 രൂപ ആവില്ല, എന്നാലും ഒരു 500 രൂപ നമുക്ക് പാസിന് എല്ലാത്തിനും കൂടി ഇടാം. ടോട്ടലി ഒരു 20,000 ടു 23,000 മാക്സിമം. ഞാൻ എത്ര രൂപ ഞാൻ അടിച്ച് കളഞ്ഞാൽ പോലും എനിക്കൊരു 25,000 രൂപയിൽ ഈ ഒരു 27 ദിവസത്തെ 27ാമത്തെ ദിവസത്തെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈ യാത്ര അവസാനിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റി. ഒരു കാര്യം, ഇതിൻ്റെ ഇടയിൽ 500 രൂപയ്ക്ക് തീർന്ന ദിവസമുണ്ട്, 400 രൂപയ്ക്ക് തീർന്ന ദിവസമുണ്ട്, 600 രൂപയ്ക്ക് ഒരു ദിവസത്തെ ഫുൾ ചിലവും തീർന്ന ദിവസങ്ങളുണ്ട്, റൂം അടക്കം തീർന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ 1-2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വീഡിയോ ചെയ്ത സമയം കിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം യാത്ര ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അടുത്ത് വീണ്ടും യാത്ര തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ നല്ല സ്ട്രെസ്സായിട്ടുണ്ടായിരുന്നു, ബോഡി നല്ല വീക്കായിപ്പോയി. എനിക്ക് ഈ യാത്ര അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ആക്കി, കുറേ വീഡിയോസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, നമ്മൾ വീഡിയോ ചെയ്യാതായി. പക്ഷേ എന്നാലും എനിക്കെൻ്റെ യാത്ര കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. എന്നാൽ തിരിഞ്ഞ് നോക്കാതെ പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ അവിടെ നിന്നില്ലേ തലയിൽ കയറാത്ത ഹെൽമറ്റ് ഒരു പുതിയ ഹിറ്റാച്ചി ലോറിയിൽ കൊണ്ടുപോകുന്നു. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ചെസ്റ്റിൽ മൗണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു പിടിയുമില്ല. രണ്ടൊരു ഏഷ്യയിൽ പ്രതിമയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഏകദേശം അത്യാവശ്യം നമുക്ക് എൻ്റെ കണക്കൂട്ടലുകളിലാണെങ്കിൽ ഏകദേശം ഒരു 20,000 22,000 രൂപയ്ക്കകത്ത് നമുക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ളൂ ഇത്രയും ദിവസത്തെ യാത്രയ്ക്ക് കേട്ടോ. ഇവിടെ പോകുന്നു റോഡ് നിന്നിട്ട് കണ്ടല്ല അങ്ങോട്ട് പോകുന്നത് അടിപൊളി. അതിനൊക്കെ സമ്മതിക്കണം. 3-2-1. അപ്പം നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് 20-22 എൻ്റെ കാൽക്കുലേഷനിൽ നമുക്ക് ബഡ്ജറ്റായിട്ട് വന്നിട്ടുള്ളത്. കാരണം ഇന്നത്തെ സ്റ്റേ ഇല്ല, ഇന്ന് വീടില്ല, ഇന്നത്തെ സ്റ്റേയുടെ എമൗണ്ട്, അങ്ങനെ കുറേ സ്റ്റേയുടെ എമൗണ്ട് എല്ലാം കുറഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ് ഗൈസ്. കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ്. എൻ്റെ ആകുമ്പോൾ 83 മിനിറ്റ് സിഗ്നലിൽ അടിപൊളി. എല്ലാവരും വണ്ടി ഓഫ് ചെയ്തിടാം. അങ്ങനെ നമ്മൾ ഫൈനലി കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇടത്തേക്കാണ് പുനലൂർ പോകുന്നത്. പുനലൂർ അച്ഛൻ കോവിൽ റൂട്ടൊക്കെ ഇവിടെ നിന്ന് ഇടത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്കിനി കുറേ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യാനുണ്ട്. ഇനി വലിയ യാത്രയൊന്നും പ്ലാനിങ്ങിലില്ല. എന്തായാലും ഇനിയും കുറേ യാത്ര ചെയ്യാനുണ്ട്. പിന്നെ കേരളം ഓൾ കേരള ട്രിപ്പ് ആണെങ്കിലും കേരളം മൊത്തമൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് മറ്റൊരു സത്യമാണ്. നമ്മൾ കേരളത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കി കുറേ ഭാഗങ്ങൾ നേരത്തെ പോയിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് അത്യാവശ്യം സീസൺ സമയത്ത് പോകാനുള്ളതാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവുകളിൽ പോകണം, അത് നമുക്ക് ഫെയിലിയറായ ട്രിപ്പാണ്. പിന്നെ വേറെ നമ്മുടെ പൈതൽ മല, റാണിപുരം, പിന്നെ കാസർഗോഡ്, അങ്ങനെ 1-2 സ്ഥലങ്ങൾ. അപ്പോൾ ഇതൊക്കെ രാത്രി മിന്നലിൽ കയറുന്നു, പിറ്റേന്ന് രാവിലെ ഇവിടെ എത്തുന്നു, അടിച്ച് കറങ്ങുന്നു, ഇങ്ങ് വരുന്നു. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് പറയേണ്ടത് ഈ യാത്രയുടെ എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു അനുഭവം കിട്ടിയ കുറേ ദിവസങ്ങളായിരുന്നു ഈ കടന്നുപോയ 27 ദിവസങ്ങൾ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മയെ പിന്നെ ഇത്രയും ദിവസം ഇരിക്കുന്നത്. അത് ആദ്യത്തെ ഒരു കാര്യം. ഒരു 10 ദിവസം 15 ദിവസത്തൊക്കെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് റിസർച്ച് ചെയ്ത് നമ്മൾ വിചാരിക്കും പോലെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്ന് പഠിച്ച ഒരു യാത്രയായിരുന്നു ഈ ഒരു ഓൾ കേരള ട്രിപ്പ്. പിന്നെ ഏകദേശം 27 ദിവസമായിട്ടുണ്ട്. ഭക്ഷണം ഇല്ലെങ്കിലും അത്യാവശ്യം വെള്ളം കുടിച്ചാണെങ്കിൽ ജീവിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും പോലെ
അതുപോലെ ഇരിക്കും നമ്മുടെ യാത്രയിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറേ കൂട്ടുകാരെൻ്റെ അടുത്ത് പറഞ്ഞു, അറിയാവുന്ന ആൾക്കാരൊക്കെ, യൂട്യൂബിൽ റീച്ചൊന്നും ആയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, എന്തിന് ഇത്രയും പൈസ കൊടുത്ത് യാത്ര പോയത്. ചങ്കളെ ഞാനൊരു കാര്യം പറയട്ടെ, യൂട്യൂബിൽ റീച്ചായാലും ഇല്ലേലും ഞാൻ ഈ നാട്ടിൽ പോയി ജോലി ചെയ്യും. എൻ്റെ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയുള്ള പരിപാടി ഞാൻ വീട്ടിലെത്തോളം ഒരു റീച്ച് ആവാൻ വേണ്ടി മാത്രം ആയിട്ടൊരു യൂട്യൂബ് എന്നുള്ള കൺസെപ്റ്റ് ഞാൻ തുടങ്ങിയിട്ടില്ല. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യാത്രകൾ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവരുത് എന്നുള്ള കൺസെപ്റ്റ് ആണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. മീൻപിടുത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. പോകുന്നു, മീൻ പിടിക്കുന്നു, കൊണ്ടുവച്ച് പൊരിച്ച് തിന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മളിനി ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വഴിയോരക്കടയാണ് കേട്ടോ ഈ കാണുന്ന ഇട സൈഡിൽ. ഒരുവിധപ്പെട്ട എല്ലാ സെലിബ്രിറ്റീസും ഫുഡ് കഴിക്കാൻ വരുന്ന ഒരു സ്പോട്ടാണ് ഈ വഴിയോരക്കട എന്ന് പറയുന്നത്. തിരുവനന്തപുരം കൊല്ലമല്ല കൊട്ടാരക്കര. തിരുവനന്തപുരം കൊട്ടാരക്കര കൊട്ടാരക്കര ഹൈവേയിലാണ് നമ്മുടെ വഴിയോരക്കട സ്ഥിതി ചെയ്യുന്നത്. സ്ട്രൈറ്റ് ആറ്റിങ്ങൽ റൈറ്റേജ്. ഇവിടെ മഴ തുടങ്ങി വരുന്നു. മഴ ചെറുതായിട്ട് ചാറി വരുന്നു. ക്യാമറയ്ക്കകത്ത് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോ എടുപ്പ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് എന്തായാലും ക്യാമറ ഇനി ഊരി വയ്ക്കാം, അതാണ് നല്ലത്. ഫൈനലി നമ്മുടെ കേശവദാസപുരം തിരുവനന്തപുരത്ത് സ്വിഗ്ഗി റൈഡ് ഓടിക്കൊണ്ട് നടന്നപ്പോൾ ആടിത്തിമിർത്ത സ്ഥലം കാണുമല്ല. എന്തോരം ഓട്ടമാണ് ഇതുവഴി കിടന്ന് ഓടുന്നത്. പിന്നെ ഇവിടുത്തെ ബ്ലോക്കിൽ കിടന്ന് വണ്ടി ഓടി പഠിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇത്രയും കംഫർട്ടബിളായിട്ട് ഇത്രയും ദൂരം ലോങ് ഡ്രൈവൊക്കെ ചെയ്തു പോയി. ഫൈനലി നമ്മൾ നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കാണാൻ പറ്റില്ല എന്നത് ഉറപ്പാണ്. റൈറ്റ് സൈഡിലാണ് നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ഇടത് സൈഡിലാണ് നമ്മുടെ LMSൻ്റെ കോമ്പൗണ്ട്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാനുള്ള ഇത് കിടപ്പുണ്ട് കേട്ടോ. നേരെ സ്ട്രെയിറ്റ് ആണ് നമ്മുടെ മ്യൂസിയം വരുന്നത്. തൊട്ട് ഫ്രണ്ടിലാണ്. ഇവിടുത്തെ 100 മീറ്ററേ ഉള്ളൂ. ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം നമുക്ക് കാണാൻ പറ്റും. തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പള്ളിയാണ്. നമുക്ക് ഇവിടുത്തെ ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ നമ്മൾ ഇതുവഴി പോകണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് പള്ളിയും കൂടെ ഒന്ന് കണ്ട് നമ്മൾ അവിടുത്തെ വീഡിയോസൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അത് മറ്റൊരു സത്യമാണ്. ഇനിയിപ്പോൾ ഈ ബ്ലോക്കിൽ കുറച്ച് നേരം നടക്കണമല്ലോ ദൈവമേ. ഇത് പറയുന്നത് സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്നത് ലീഗ് തുടങ്ങിയില്ലേ. നമ്മുടെ കൊമ്പൻസിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റേഡിയം ഇതാണ് കൊമ്പൻസിൻ്റെ ഹോം ഗ്രൗണ്ട്. അടുത്ത പ്രാവശ്യം മുതൽ കൊമ്പൻസിൻ്റെ കളി കാണാൻ പറഞ്ഞത് നമ്മുടെ ഇടത് സൈഡിൽ പാളയം പള്ളി, വലത് സൈഡിൽ നമ്മൾ പാളയം മസ്ജിദും നമ്മുടെ ഇപ്പോൾ തുടങ്ങിയ ക്ഷേത്രവും നമുക്കവിടെ കാണാം. നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞ് നേരെ പോവുക. നമ്മുടെ അണ്ടർപാസ് റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇതെല്ലാം വീഡിയോയിൽ കാണാൻ പറ്റില്ല. എന്തായാലും ഞാൻ പറയണത് ഇന്നത്തേക്കൊന്ന് കേട്ടാൽ മതി. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ വരുന്നത്. നമ്മൾ പാളയം പാസിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതേ കാണുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ. നേരെ ഫ്രണ്ടിലാണ്. റൈറ്റ് സൈഡിലാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് തിരിഞ്ഞു പോകേണ്ടത്. അപ്പോൾ ഇവിടെ തിരിഞ്ഞപ്പോഴാണ് മറ്റു കാര്യം ഓർമ്മ വന്നാൽ നമ്മുടെ തെക്കൻ കുരിശുമല തീർത്ഥാടനം തുടങ്ങി കേട്ടോ. ഇന്നലെ മുതൽ എന്തോ തുടങ്ങി. എന്തായാലും ഉടനെ തെക്കൻ കുരിശുമല ഒന്ന് കാണാൻ പോകണം. ആ ട്രക്കിങ്ങൊക്കെ ഒന്ന് കയറി അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം. സിഗ്നൽ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ മാത്രം കാണാൻ പറ്റുന്നുണ്ട് ഈ ഇലക്ട്രിക് ബസ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് മാത്രം കണ്ടതാണ് ഞാൻ. മറ്റൊരോടും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇതിൽ 10 രൂപയാണ് കേട്ടോ. നമ്മുടെ മിനിമം ഇത് 10 രൂപയാണ് നമുക്ക് ഓർഡർ വരുന്നത്. നമ്മുടെ സ്വിഗ്ഗി ഡെലിവറി ബോയ്സൊക്കെ ഒന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കാണെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് പേ ആക്കിയിട്ടുണ്ട്. 4-ാം തീയതി കഴിഞ്ഞിട്ട് 5-ാം തീയതി തൊട്ട് ഓടാൻ ഇറങ്ങണം, അല്ലെങ്കിൽ കഞ്ഞിപ്പൊടി മുട്ടും. ഇന്നൊന്നായി. നാളെയും മറ്റന്നാൾ റെസ്റ്റ്. നാളെ ഒരു ദിവസം ഫുള്ള് റെസ്റ്റ്. മറ്റന്നാൾ വണ്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി പരിപാടി അല്ലേ നമ്മുടെ CD100. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടികൾ നോക്കണം. ഓടണം, ജോലി വേണം ഗൈസ്. ട്രിവാൻഡ്രത്ത് നമ്മുടെ റോഡ് സൈഡിൽ 4 വരി പാതയിൽ വലത് സൈഡിൽ സെൻട്രലായിട്ട് പൂക്കൾ നട്ട് വളർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു കാഴ്ച. എനിക്കങ്ങനെ വലിയ സ്ഥലങ്ങളിൽ ഞാൻ ഇതുപോലൊന്നും കണ്ടില്ല. ഇത് കണ്ട സുൽത്താൻ്റെ കണ്ടായിരുന്നു വെറൈറ്റി ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫൈനലി എൻ്റെ നാട് പെരിങ്കടവിള. അങ്ങനെ നാട്ടിലോട്ട് എത്തിയത് അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ.
നമ്മുടെ നാട്ടിൽ കിടന്ന് കറങ്ങുക അത് വേറൊരു വൈബാണ്. എൻ്റെ നാടെന്ന് പറയുന്നത് എൻ്റെ സ്വന്തമാണല്ലോ. അങ്ങനെ ഫൈനലി ഇനി ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. വെറും 1.5 കിലോമീറ്റർ. ഒരു മാസം കൊണ്ട് ദൈവം ഇവിടെ മണ്ണിടിച്ചിട്ടിരിക്കുമായിരുന്നു. ഇതിപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്തോ, അടിപൊളി. പിന്നല്ല പിന്നെ ഓ ഇത്ര 27 ദിവസമായി പോരെ. ഓ കർണാടകയിൽ പോയി, തമിഴ്നാട്ടിൽ പോയി, നമ്മള് വേറെ ഓ ഒരു മനസ്സുഖം. ഈ കുഞ്ഞ് തടം ഇട്ട റോഡിൽ കൂടി ഇറങ്ങി വേണം എൻ്റെ വീട്ടിലോട്ട് പോകാൻ. ഇനി ഇവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ എൻ്റെ നാട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്. പിന്നെ അമ്മയോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് എത്തുമെന്ന്. അത് മറ്റൊരു കാര്യമാണ്. സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി വീട്ടിൽ പോകുമ്പം പിന്നെ ഒന്നും ഇല്ലാതിരിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം എനിക്കിതുപോലെ പണി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഇതുപോലെ ഞാൻ ട്രിപ്പ് പോയിട്ട് തിരിച്ച് അമ്മയടുത്ത് പറയാതെ നാട്ടിൽ വന്നപ്പോൾ വീട്ടിലൊന്നുമില്ല. പിന്നെ രാത്രി പിന്നെ അവസാനം ചാള പൊരിച്ചതും മറ്റു ചോറ് തിന്നേണ്ട അവസ്ഥ വന്നു. നമ്മുടെ നാടും ഈ വാഴത്തോട്ടവും ഇതേ ആ കാണുന്ന ചൊക്കംപാറയും ഈ കാണുന്ന മലകളും ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ കൂടുതൽ ട്രക്കിങ്ങിലേക്കൊക്കെ കൂടുതലായിട്ട് ആകർഷിപ്പിച്ച് അങ്ങ് എത്തിച്ചത്. ഇനി എന്തെങ്കിലുമൊക്കെ അടുത്ത യാത്രകളൊക്കെ പോകണം. പിന്നെ എനിക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയാമോ? ഇതേപോലത്തെ റോഡുകളിലൂടെയാണ് ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചത്. വണ്ടി ഓടിക്കുന്നതും ഓടിച്ചതും എല്ലാം ഇതേപോലത്തെ റോഡിലൂടെയാണ്. എന്ത് ഉറക്കം വെച്ച് റെഡിയിട്ട് കിളിയും പറഞ്ഞേക്കിട് അടിച്ച് അമ്മ കൊന്നു. എന്തേ എനിക്ക് അടി കേട്ടപ്പോഴത്തേക്ക് മനുഷ്യരാരും ഇങ്ങനെ വന്ന് എനിക്ക് വണ്ടി അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. വണ്ടിയൊക്കെ അവിടെ ഫൈനലി ഗൈസ് ഞാൻ അമ്മയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു അമ്മ ഈ ഇത്ര ദിവസം? ഓക്കെ ആ ശരിപ്പാ തിന്നാ വല്ല എന്താണ് ഇത് കട്ടിലൊക്കെ വാരി പറക്കിയിട്ട്? അയ്യോ എൻ്റെ വീട് തന്നെ ഇത്. എൻ്റെ റൂം എങ്ങനെ നടക്കണം നോക്കിട്ട് തൊള്ളു എനിക്ക് വയ്യ. ഏടെ കടവുളേ. ആ കളിക്കാൻ പോകണം. ബൂട്ട് എവിടെ? ടീഷർട്ട് എവിടെ? കളിക്കാൻ പോട്ട്. ചോറ് വരും വിശക്കെട്. കളിക്കാൻ പോകണം അങ്ങോട്ട് പോയി ചോറ് വരും. ഞാൻ വണ്ടി എടുത്തിട്ട് വരട്ടെ. എനിക്ക് വിശക്കട. അയ്യോ അടിപൊളി. മുറ്റയൊക്കെ അടിച്ച് തൂത്ത് വൃത്തിയാക്കി നമ്മുടെ ബൈക്കുകൾ ഉണ്ടോ ഒരുത്തൻ. ആ പിന്നെ അല്ലേ പിന്നെ ഒരുത്തൻ ഇരിക്കുന്ന ഒരുത്തൻ എന്ത് ചെളി അടിച്ചായി. ആ നമ്മളിതിലാണ് കേട്ടോ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകേണ്ടിയിരുന്നത്. ഇതിൽ പോയിരുന്നത് സെറ്റായിരുന്നു. നമുക്ക് പിന്നെ ഇന്ന വണ്ടി വേണമെന്നില്ലല്ലോ. എങ്ങനെയെങ്കിലുമൊക്കെ പോവുക വരിക. ഇനി ഇവന്മാരെയൊക്കെ ഒന്ന് സർവീസ് ചെയ്തൊക്കെ ഇറക്കണം. അപ്പോൾ അമ്മ എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും ദിവസം സെറ്റായിരുന്നില്ലേ? അപ്പോൾ ഇനി അടുത്ത ആഴ്ച വീണ്ടും പോവാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു യാത്രയിൽ പാക്കലാം.